വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് MLT എന്ന ടോപ്പിക്കിലെ സിറോളജിക്കൽ ടെക്നിക്സ് ആണ്. അപ്പം എല്ലാവരും എക്സാം എടുക്കാറായി പ്രിപ്പയർ ചെയ്ത് ഒരുവിധമായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ നോക്കിയിരുന്നു. അതിൽ ഡിഫറെന്റ് സ്റ്റെയിനിങ് മെത്തേഡ്സ്, ബയോകെമിക്കൽ ടെസ്റ്റ് അതെല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അപ്പം വേരിയസ് ഹിസ്റ്റോളജിക്കൽ അല്ലെങ്കിൽ സിറോളജിക്കൽ ടെക്നിക്സ്. അപ്പൊ സിറോളജി എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് സിറോളജി. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലെ. ദാറ്റ് ഫോക്കസ്, അത് എന്തിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? മെയിൻലി ബ്ലഡ് സിറം, പിന്നെ അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ നടത്തുന്നതിനാണ് സിറോളജി എന്ന് പറയുന്നത്. അപ്പൊ മെയിൻലി ഡീൽസ് വിത്ത് ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആന്റിജൻസ് ആൻഡ് ആന്റിബോഡീസ്. ഈ ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, അപ്പം ഇന്ററാക്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അപ്പൊ നമ്മൾ അത് ഡയഗ്നൈസ് ചെയ്യണം അല്ലെ സിറോളജിക്ക്. അപ്പൊ അതിന് വേരിയസ് ടെസ്റ്റ് ഉണ്ട്, സിറോളജിക്കൽ ടെസ്റ്റ്. അപ്പം ഫോർ ഡയഗ്നൈസിങ് വേരിയസ് ഇൻഫെക്ഷൻസ് ഈ ആന്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇൻഫെക്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ കുറെ ടെസ്റ്റുകളുണ്ട്. സാധാരണ കൂടുതൽ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്, ഫോർ എക്സാമ്പിൾ കോവിഡ്, ഹെപ്പറ്റൈറ്റിസ്, HIV അങ്ങനെയുള്ളതിനൊക്കെ ധാരാളം ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ട് കാണും, എലീസ അല്ലെ, വെസ്റ്റേൺ ബ്ലോട്ട്. പിന്നെ അതുപോലെ വേരിയസ് ടെക്നിക്സുകളുണ്ട്, ഇമ്മ്യൂണോഫ്ലൂറസൻസ്, പിന്നെ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, സാധാരണ ടെസ്റ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പം ആ ടെസ്റ്റുകളൊക്കെ പറയുന്നതിന് മുന്നേ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് നോക്കാം. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. മെയിൻലി പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം ഇമ്മ്യൂണോളജിയിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ആണ് പഠിക്കുന്നത്. ഇമ്മ്യൂണോളജി എന്താ വാട്ട് ഇസ് ഇമ്മ്യൂണോളജി? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ഏജന്റ് വന്നു കഴിഞ്ഞാൽ, അപ്പം ദാറ്റ് ഈസ് our body is protected from infectious agents അല്ലെ. ഒന്നും മറ്റേതെങ്കിലും പാത്തജൻസ് ഒന്നും നമ്മുടെ ബോഡിയിലേക്ക് അകത്ത് കയറാതെ ബോഡി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഹാർംഫുൾ സബ്സ്റ്റൻസസിനുമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന അങ്ങനെ ആ മേക്കപ്പിനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ? ഇമ്മ്യൂൺ സിസ്റ്റം. ഇപ്പൊ നമ്മുടെ ബോഡി ഇറ്റ്സെൽഫ് ഡെവലപ്പ് ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ഡിസേബിലിറ്റി ഓഫ് എ ഹ്യൂമൻ ബോഡി. ഇങ്ങനെ പല പാത്തജൻസും അകത്തേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിന് ഈ പാത്തജൻസിനുമായിട്ട് ടോളറേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആ എബിലിറ്റിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി മേ ബി ഡ്യൂ ടു ഡെവലപ്ഡ് ഈ ഫോറിൻ മെറ്റീരിയൽസിനോട്, അതായത് വൈറസ്, ബാക്ടീരിയ, ടോക്സിൻസ് അങ്ങനെയുള്ളതിനോടൊക്കെ എതിരിട്ട് നിൽക്കും. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പാസീവ് ഇമ്മ്യൂണിറ്റി, പിന്നെ ഒന്ന് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇപ്പൊ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ എന്തെന്നാ നടക്കുന്നത്? ആന്റിബോഡീസ് ഫ്രം അനദർ പേഴ്സൺ ഓർ ആനിമൽ ദാറ്റ് ക്യാൻ ബി ഇൻജെക്റ്റഡ് ഓർ ട്രാൻസ്ഫ്യൂസ്ഡ്. അപ്പൊ ഈ ആന്റിബോഡീസ് ഒന്നില്ലെങ്കിൽ മറ്റ് ആനിമൽസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ആന്റിബോഡീനെ ഇതർ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്, അകത്തേക്ക് ഇൻജെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അത് ഡെവലപ്ഡ് ആൻഡ് ഇമ്മ്യൂണിറ്റി. ഇപ്പൊ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിനെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പാസീവ് ഇമ്മ്യൂണിറ്റി ഇമ്പോർട്ടന്റ് ആണ്. പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ഈ പാസീവ് ഇമ്മ്യൂണിറ്റി, വൈ ദേ ആർ നോൺ ആസ് പാസീവ് എന്ന് പറയുന്നത് കൊണ്ട്, ബിക്കോസ് ദി ഇൻഡിവിജ്വൽസ് ഡിഡ് നോട്ട് ക്രിയേറ്റ് ദ ആന്റിബോഡീസ്. ഈ ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ നിന്ന് സ്വയം സൃഷ്ടിച്ചുണ്ടായതല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇതർ ഇൻജെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കിട്ടിയതാണ് അല്ലെ. അപ്പം ഇറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ദി അല്ലെങ്കിൽ it is received from the preformed antibodies.
ഓക്കെ. അപ്പൊ അങ്ങനെ പ്രീഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തിപ്പെടുന്നതിനെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊട്ടക്ഷൻ. അപ്പൊ ഈ പാസീവ് ഇമ്മ്യൂണിറ്റി കൊണ്ട് നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റഡ് ആയി പോകുന്നുണ്ട്. എന്നാൽ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. കാരണം ഈ ദാറ്റ് ഈസ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ഒന്നും നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രം ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അതായത് മെറ്റേണൽ ആന്റിബോഡീസ്. മെറ്റേണൽ ആന്റിബോഡീസ് ഇമ്പോർട്ടന്റ് ആണ്. മെറ്റേണൽ ആന്റിബോഡീസ് ട്രാൻസ്പ്ലാസന്റ് ആൻഡ് ബ്രസ്റ്റ് മിൽക്ക്. പിന്നെ അതുപോലെ ഇൻജെക്റ്റഡ് ആന്റിബോഡീസ്, ഏതെങ്കിലും ഡിസീസിനായിട്ട് നമ്മൾ ആന്റിബോഡി ഇൻജെക്ട് ചെയ്യുന്ന റാബിസ്, വാരിസെല്ല, ടെറ്റനസ് അങ്ങനെയുള്ള ഡിസീസ് ഒക്കെ വരുമ്പോൾ പ്രതിരോധിക്കാനായിട്ട് ഇൻജെക്ട് ചെയ്യുന്ന ആന്റിബോഡീസ് ആണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾസ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? when the body is exposed to a foreign substance, the cells of the immune system actively respond ചെയ്യുന്നു. ഉണ്ടോ? മുമ്പ് പറഞ്ഞ പോലെ എന്താ ട്രാൻസ്ഫ്യൂസ് ചെയ്യപ്പെടുകയോ ഒന്നും അല്ല ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും പാത്തജൻസോ ഫോറിൻ സബ്സ്റ്റൻസോ വൈറസ്, ബാക്ടീരിയ അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം വി ആർ ബോൺ വിത്ത്. നമ്മുടെ ജന്മനാ ഉള്ള ഇമ്മ്യൂൺ സിസ്റ്റം, മറ്റേ അതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ബോഡിയിൽ ഓൾറെഡി ഉള്ളതാണ്. ദെൻ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അപ്പം ഏതെങ്കിലും ഒരു കണ്ടീഷനോട് അഡാപ്റ്റ് ചെയ്ത് അപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിനെയാണ്, അപ്പം ആ സെല്ല് നമ്മുടെ ദാറ്റ് ഈസ് ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഈ ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറഞ്ഞു ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് എന്ന്. അപ്പൊ ആന്റിജൻ എന്താണ്, ആന്റിബോഡി എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആന്റിജൻ എന്തെന്നാ? ആന്റിജൻ എന്ന് പറയുന്നത് യൂഷ്വലി എ ഫോറിൻ മോളിക്യൂൾ that triggers an immune system when introduced into a body. ഓക്കെ, ഒരു ഫോറിൻ മോളിക്യൂൾ. ആന്റിജൻ എന്ന് പറയുന്നത് ഫോറിൻ മോളിക്യൂൾ ആണ്. ആൻഡ് ആന്റിബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്ലോബുലിൻ മോളിക്യൂൾ ആണ്. അപ്പൊ ഈ ആന്റിജന് ഇതായിട്ട് ഏതാ ആന്റിജൻ അതിന് സ്പെസിഫിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെ റെസ്പോൺസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ദിസ് ആന്റിബോഡി. ഓക്കെ, antibody is secreted in response to specific antigen. Specific antigen. Each antibody consists of 4 polypeptides. 4 polypeptide ആണ് ഉള്ളത് ആന്റിബോഡിക്ക്. അപ്പൊ അതിൽ 2 എണ്ണം ഹെവി ചെയിൻ ആൻഡ് 2 ലൈറ്റ് ചെയിൻസ്. അപ്പൊ 4 പോളിപെപ്റ്റൈഡ് ആണ് ആന്റിബോഡിക്ക് ഉള്ളത്. അതിന് 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ആണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ജോയിൻഡ് ടു ഫോം എ Y-shaped മോളിക്യൂൾ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ആന്റിബോഡിയുടെ Y-shaped മോളിക്യൂൾ ആണ്. അപ്പൊ ആ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ലൈറ്റ് ചെയിനിനെ പറയുന്നതാണ് കാപ്പ ഓർ ലാംഡ. ലൈറ്റ് ചെയിൻ എന്തെന്നാ? കാപ്പ ഓർ ലാംഡ. ആൻഡ് ഹെവി ചെയിൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ആൽഫ, ബീറ്റ, മ്യൂ, ഡെൽറ്റ ആൻഡ് എപ്സിലോൺ. ഓക്കെ, പിന്നെ അപ്പൊ ഹെവി ചെയിൻ ഉണ്ട്, ലൈറ്റ് ചെയിൻ ഉണ്ട്. പിന്നെന്തെന്നാ? അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഹെവി ചെയിൻ പ്രസന്റ്, ദ ആന്റിബോഡീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു IgM, IgG, IgA, IgD and IgE. ഓക്കെ, അപ്പൊ ഏതിന്റെ ബേസ് ചെയ്തിട്ടാണ്? ഹെവി ചെയിൻ ഏതാണ് ഉള്ളത് അനുസരിച്ചിട്ടാണ് ആന്റിബോഡീസ് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് IgM-ഉം IgG-യും ഇമ്പോർട്ടന്റ് ആണ്. IgM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി ദ ഫസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടാവുന്നത്. ആന്റിജൻ ഏതെങ്കിലും ഒരു ആന്റിജനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ദിസ് IgM. അപ്പൊ ഇത് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് IgM. പിന്നെ IgG എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മോസ്റ്റ് അബണ്ടന്റ് ക്ലാസ് ഓഫ് ആന്റിബോഡി ആണ്.
mostly 80% of all antibodies in the serum is IgG. പിന്നെ IgGയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൺലി ആന്റിബോഡി ദാറ്റ് ക്രോസസ് ദി പ്ലാസൻഡ. ഓക്കെ, അപ്പം പ്ലാസൻഡ ആയിട്ട് ക്രോസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാണ്? IgG. See, you can see the structure of antibody. Structure of antibody അതിൽ നമ്മൾ പറഞ്ഞു Y shaped molecule ആണ്. അതിൽ light chain ഉണ്ട്, heavy chain ഉണ്ട്. Light chain it is known as kappa or lambda, and heavy chain alpha, beta, mu, delta and epsilon. ഓക്കെ, പിന്നെ അതുപോലെ ഹെവി ചെയിൻ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ആന്റിബോഡീസ് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് IgM, IgG, IgA, IgD, IgE. ഓക്കെ, അപ്പൊ ആന്റിബോഡി സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. Then next is antigen antibody reactions. Antigen antibody reactions. Antigen antibody reactions forms the basis of antibody mediated immunity in infectious diseases, allergy. Adile, okay. Specificity of antigen antibody interaction has led to the development of variety of immunological assays. അപ്പം ഈ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതനുസരിച്ചിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ, വെറൈറ്റി ഓഫ് ഇമ്മ്യൂണോളജിക്കൽ അസേസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ യൂസിങ് ദസ് ഇമ്മ്യൂണോളജിക്കൽ അസേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ക്യാൻ ബി യൂസ് ടു ഡിറ്റക്ട് ഈദർ ദ ആന്റിബോഡി ഓർ ആന്റിജൻ. ആന്റിബോഡി അല്ലെങ്കിൽ ആന്റിജൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആന്റിജൻ ഏതാണ് ആന്റിബോഡി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന് ദാറ്റ് ഈസ് വി ക്യാൻ ഡയഗ്നൈസ് ദി ഇൻഫെക്ഷൻ, ഏത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്, അപ്പൊ അതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത് എന്നെല്ലാം നമുക്ക് ഈ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ഡയഗ്നൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് വേരിയസ് ഇമ്മ്യൂണോളജിക്കൽ അസേസ് ഉള്ളത്. ക്ലിയർ? അപ്പൊ അത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദേ ആർ സ്പെസിഫിക് ആണ്. ഓക്കെ, specific ആണ്. Antigen antibody reactions are specific and the combination is firm but reversible. It may be influenced by affinity and avidity of a reaction. അപ്പൊ affinity എന്താണ്? എങ്ങനെയാണ്? Affinity and avidity of a reaction. Affinity എന്ന് പറഞ്ഞാൽ that is intensity of attraction between antigen and antibody molecules. രണ്ടും കൂടെ അട്രാക്ട് ചെയ്യാൻ എത്രമാത്രം ഇങ്ങനെ അത് അട്രാക്ട് ചെയ്തിരിക്കുന്നു അതിനെയാണ് അഫിനിറ്റി എന്ന് പറയുന്നത്. അവിഡിറ്റി എന്താണ്? അവിഡിറ്റി ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്. അപ്പൊ ഈ ആന്റിജനും ആന്റിബോഡിയും അട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ട് എന്ന് അറിയുന്നതിനെയാണ് അവിഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അഫിനിറ്റി ആൻഡ് അവിഡിറ്റി. ഓക്കെ, ദെൻ ഇനി നമുക്ക് സെറോളജിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ അതില് ആന്റിജൻ സെറോളജിക്കൽ റിയാക്ഷനിൽ മെയിൻലി എന്താ നടക്കുന്നത്? സെറോളജിയില് ദാറ്റ് ഈസ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത്. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ഇൻ വിട്രോ. ഇൻവിട്രോയില്, അതായത് വിത്തിൻ ഇൻസിറ്റ്യൂ, അതില് വിത്തിൻ ദി ബോഡി അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈ കണ്ടീഷനിൽ നടക്കുന്ന ഇൻവിട്രോ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷനെയാണ് സെറോളജിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദി ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ഓഫ് സെറോളജിക്കൽ ടെസ്റ്റ് ആർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാണ് സ്പെസിഫിസിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സെൻസിറ്റിവിറ്റി. Specificity എന്ന് പറഞ്ഞാൽ it is the ability of a test to detect reactions between homologous antigens and antibodies. Okay, അപ്പൊ അതിൽ എന്താ സംഭവിക്കുന്നത്? It is detects the reaction between homologous antigen and antibodies.
അപ്പൊ ഇതില് false positive reactions minimum ആയിരിക്കും. ഓക്കെ, false positive reactions are minimum ഏതിലാണ്? ഈ സ്പെസിഫിസിറ്റിയിൽ. Then sensitivity എന്ന് പറഞ്ഞാല് it refers to the ability of a test to detect very minute quantity of antigen or antibodies. വളരെ കുറച്ച് ആന്റിജൻ ആന്റിബോഡി ഉണ്ടെങ്കിലും തന്നെ നമുക്ക് ഈ മനസ്സിലാക്കാൻ പറ്റും. സെൻസിറ്റീവ് ആണ്, ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടെസ്റ്റുകളിൽ. ഓക്കെ, അപ്പൊ ഇന്ന് ഹൈലി സെൻസിറ്റീവ് ടെസ്റ്റ് false negative results minimum ആണ്. Okay, false negative result are minimum. പിന്നെ this titer. ഇപ്പൊ നമ്മൾ എന്താണ് ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന കോൺസെൻട്രേറ്റഡ് ദാറ്റ് ഇസ് സിറം എന്താ ഇടുന്നത്. അപ്പൊ ഈ ടൈറ്റർ ഇസ് ഡിറ്റർമിൻഡ് ബൈ serially diluting the serum fraction of the blood and assaying. Okay, അപ്പൊ ഇതിന് പിന്നെ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഈച്ച് ഡൈല്യൂഷൻ ഓഫ് സിറം വിത്ത് ആന്റിജൻ ഓഫ് ഇൻട്രസ്റ്റ്, ആന്റിജനുമായിട്ട് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ദ ലാസ്റ്റ് ഡൈല്യൂഷൻ ഓഫ് സിറം സാമ്പിൾ that response in the assay determines the titer. Okay, then greater the concentration of specific antibody in the serum sample, higher the titer. Concentration of specific antibody കൂടുതലാവുമ്പോൾ titer കൂടിയിരിക്കും. Okay, then a low or undetectable titer indicates a very little antibody. Very little antibody ആണ് നമുക്ക് അതിലുള്ളൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സിറത്തിൽ വളരെ കുറച്ച് ആന്റിബോഡി ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. The next is prozone phenomenon. അവിടെ എന്താ സംഭവിക്കുന്നത് പ്രോസോൺ ഫിനോമിനലില്? ഇപ്പൊ പ്രോസോൺ ഫിനോമിനൽ എന്ന് പറഞ്ഞാല് ഇവിടെ ദാറ്റ് ഈസ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ് will be greatly influenced by the proportion of antigen and antibodies. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ, എങ്ങനെയാണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ, ഒരു ആ റിയാക്ഷൻ നടക്കുന്നതിൽ അതിൽ എത്രമാത്രം ആന്റിജൻ ഉണ്ട് അല്ലെങ്കിൽ ആന്റിബോഡി ഉണ്ട്, അതനുസരിച്ചിട്ടാണ് ഈ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഈ റിയാക്ഷൻ അത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ വിൽ ബി മോർ സ്ട്രോങ്ങർ ഇഫ് ആന്റിജൻ ആൻഡ് ആന്റിബോഡീസ് വിൽ ബി ഇൻ ആൻ ഒപ്റ്റിമം കോൺസെൻട്രേഷൻ. എപ്പോഴും ഒരു ഒപ്റ്റിമം അല്ലെങ്കിൽ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അതൊക്കെ നടക്കുന്നതിന് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതിന് ഒപ്റ്റിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒപ്റ്റിമം കോൺസെൻട്രേഷൻ ആണ് വേണ്ടത്. അപ്പൊ ഈ അതുപോലെ തന്നെ അതുകൊണ്ട് ഇത് റിയാക്ഷൻ വിൽ ബി മോർ സ്ട്രോങ്ങർ ഇഫ് ആന്റിജൻ ആൻഡ് ആന്റിബോഡീസ് വിൽ ബി ഒപ്റ്റിമം, വിൽ ബി ഇൻ ഒപ്റ്റിമം കോൺസെൻട്രേഷനിലാണെങ്കിൽ റിയാക്ഷൻ സ്ട്രോങ്ങർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള അതിനെയാണ് പറയുന്നത് സോൺ ഓഫ് ഇക്വിവാലൻസ്. ഓക്കെ, സോൺ ഓഫ് ഇക്വിവാലൻസ് ദാറ്റ് ഈസ് ബോത്ത് വിൽ ബി ഇൻ ആൻ ഒപ്റ്റിമം കോൺസെൻട്രേഷൻ. അപ്പൊ ആ സോണിനെയാണ് സോൺ ഓഫ് ഇക്വിവാലൻസ് എന്ന് പറയുന്നത്. അതില് ആന്റിബോഡി കൂടുതലാണെങ്കിൽ ദ എക്സസ് amount of antibody results in prozone often results in the false negative cell. ആന്റിബോഡി കൂടി കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഫെയിലിയർ ഓഫ് റിയാക്ഷൻ. ഇപ്പൊ പ്രോസോൺ എഫക്ട്സ് നമുക്ക് ഈ പ്രോസോൺ എഫക്ട് ക്യാൻ ബി സ്ക്രീൻഡ് ഇൻ മെനി ടൈപ്പ് ഓഫ് ഇമ്യൂണോ അസേ. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു കർവ് ഫോം ചെയ്യുന്നുണ്ടല്ലോ ഒപ്റ്റിമം, ദാറ്റ് ഈസ് ഇവിടെ കണ്ട ആദ്യത്തതില് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. Here antibody is excess in the first case and in the second case that is optimum ആണ് കാണുന്നത്. ആന്റിജൻ ആണെങ്കിലും ആന്റിബോഡി ആണെങ്കിലും ഒപ്റ്റിമം ആണ്. അപ്പൊ അതിനെയാണ് സോൺ ഓഫ് ഇക്വിവാലൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദ തേർഡ് കണ്ടീഷൻ ഹിയർ യു ക്യാൻ സി ദ ആന്റിജൻ ഇസ് എക്സസ് തേർഡ് സോണിൽ. ഓക്കെ, ആന്റിജൻ എക്സസ് സോൺ. അപ്പൊ 3 സോണുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേതില് ആന്റിബോഡി എക്സസ് സോൺ ആൻഡ് സെക്കൻഡ് വൺ ഇക്വിവാലൻസ് സോൺ ആൻഡ് മൂന്നാമത്തത് ആന്റിജൻ എക്സസ് സോൺ. ഓക്കെ, ഇതാണ് പ്രോസോൺ ഫിനോമിനയില് പറയുന്നത്. The next is precipitation reaction. precipitation reaction എന്താ നടക്കുന്നത്?
when a soluble antigen combines with antibody. ഒരു ആന്റിജനും ആന്റിബോഡിയും കമ്പൈൻ ചെയ്യുന്നുണ്ട് ഏതിന്റെ പ്രസൻസിൽ ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് മെയിൻലി സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഈ ഇലക്ട്രോലൈറ്റിന്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട് അറ്റ് സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പി എച്ച്. ആൻഡ് അവിടെ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ആന്റിജൻ ആൻഡ് ആന്റിബോഡി കോംപ്ലക്സ് ഫോംസ് ഇൻസോളിയബിൾ പ്രസിപ്പിറ്റേറ്റ്. അപ്പൊ അവിടെ ഒരു ഇൻസോളിയബിൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ ഈ പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ ബോട്ടത്തിൽ സെഡിമെന്റ് ചെയ്യുന്നതിന് പകരം എന്താ സംഭവിക്കുന്നത്? ഈ പ്രസിപ്പിറ്റേറ്റ് ഇങ്ങനെ ഇറ്റ് റിമെയിൻസ് സസ്പെൻഡഡ് ആസ് ഫ്ലോക്യൂൾസ്. അപ്പൊ അങ്ങനെ ഫ്ലോക്യൂൾസ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് നോൺ ആസ് ഫ്ലോക്കുലേഷൻ റിയാക്ഷൻ. ഫ്ലോക്കുലേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് VDRL ടെസ്റ്റ്. VDRL ടെസ്റ്റ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇത് ഫ്ലോക്കുലേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് VDRL ടെസ്റ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ എന്തെന്ന് നോക്കാം. In agglutination reaction, when a particulate antigen is mixed with antibody, antigen antibody ആയിട്ട് mix ചെയ്യുന്നുണ്ട് in presence of electrolytes at suitable temperature and pH. മുമ്പത്തെ പോലെ തന്നെ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പ്രൊഡ്യൂസസ് ക്ലംസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷനെയാണ് പറയുന്നത് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. ക്ലിയർ? അപ്പൊ ഈ ക്ലംപ് ഫോം ചെയ്യുന്നതാണ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷനിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് മോർ സെൻസിറ്റീവ് ദാൻ ദി പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ദാൻ ദി പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. Many soluble antigens can be made particulate by coating them onto RBC. Okay. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ലാറ്റക്സ് പിന്നെ കാർബൺ അതുപോലെ അതെല്ലാം റിയാക്ട് ചെയ്യുന്നുണ്ട് കറസ്പോണ്ടിങ് ആന്റിബോഡി ആയിട്ട് ആൻഡ് ക്ലംപ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനെയാണ് പാസീവ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇപ്പൊ സാധാരണയായിട്ട് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ആയിട്ട് എടുക്കുന്നത് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി diagnosis of diseases. Then next we can see ELISA, that is enzyme linked immunosorbent assay. Enzyme linked immunosorbent assay ആണ്. രണ്ട് തവണ ഇല്ല. Enzyme linked immunosorbent assay. So this ELISA എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതായിരിക്കും. It is used, ഇതിനാണ് യൂസ് ചെയ്യുന്നത് it utilizes the specificity of antigen antibody reaction and the sensitivity of enzymes. ഇതിൽ എന്താ ചെയ്യുന്നത്? Enzyme labeled antigen or antibody is used. ഒരു enzyme labeled antigen or antibody is used to detect the antigen or antibody from the patient sample. പേഷ്യന്റിന്റെ ആന്റിജൻ ആന്റിബോഡി ഏതാണെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു എൻസൈം ആയിട്ട് ലേബൽ ചെയ്ത ആന്റിജനോ ആന്റിബോഡി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ എൻസൈം ലിങ്ക്ഡ് അസേ ചെയ്യുമ്പോൾ ഒരു കളർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഏത് എൻസൈം ആണോ യൂസ് ചെയ്യുന്നത് ആ എൻസൈം സബ്സ്ട്രേറ്റും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇത് കളർ ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കളർ ഫോം ചെയ്യില്ല. അപ്പൊ ഈ കളർ ഫോം ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇത് here you can see that is antigen and antibody is linking an enzyme with the help of enzyme.
അപ്പൊ ഇത് ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിക്കൽ അസേ ആയിട്ട് സാധാരണ ചെയ്യുന്നതാണ്. ക്വാണ്ടിഫൈഡ്സ്, പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ്, ആന്റിബോഡീസ് എല്ലാം നമുക്ക് ഇതിൽ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ് റിലൈസ് അല്ലെങ്കിൽ ഇറ്റ് റിലൈസ് ഓൺ ദി specific binding between antigen and target, that is antigens, അതായത് ടാർഗറ്റ് മോളിക്യൂൾസും അല്ലെങ്കിൽ ആന്റിബോഡീസും ആയിട്ട് ബൈൻഡ് ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ആന്റിജനും ആന്റിബോഡിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം that is an enzyme is linked to the antigen or antibody. ഓക്കെ, അപ്പൊ ഈ എൻസൈം റിയാക്ട് ചെയ്തിട്ട് ഏതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന, എൻസൈം റിയാക്ട് വിത്ത് ദി സബ്സ്ട്രേറ്റ് ടു പ്രൊഡ്യൂസ് മെഷറബിൾ സിഗ്നൽ, ഒരു സിഗ്നൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്കൊരു കളർ ചേഞ്ച് കാണാൻ പറ്റും. അപ്പൊ ആ കളർ ചേഞ്ച് എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അവിടെ, ദാറ്റ് ഈസ് അതിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ആന്റിജൻസ് ഉണ്ടായിട്ടുണ്ടോ, എത്രമാത്രം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനിൽ കൂടെ, അതായത് എങ്ങനത്തെ എൻസൈം ലിങ്ക്ഡ് antigen antibody reaction, that is when an enzyme is linked to an antigen or antibody, that is color change will occur. That indicates the presence of quantity of target substance. Okay, that is target substance or antigens നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലൈസ ഉണ്ട്. ഡയറക്റ്റ് എലൈസ എന്ന് പറയുന്നതിൽ അതിൽ ഇറ്റ് യൂസസ് ഓൺലി സിംഗിൾ ആന്റിബോഡി, ഒരു ആന്റിബോഡി മാത്രമേ ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് ടു ഡിറ്റക്ട് ദി ആന്റിജൻ. ഓക്കെ, ദെൻ ഇൻഡയറക്റ്റ് എലൈസ എന്ന് പറയുന്നതിൽ രണ്ട് ആന്റിബോഡീസ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിയർ പ്രൈമറി ആന്റിബോഡി എന്ന് പറയുന്നത് will be always specific to the antigen. ആന്റിജനോട് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമറി ആന്റിബോഡിയും പിന്നെ സെക്കൻഡറി ആന്റിബോഡി ഉണ്ട്. That will be conjugated with an enzyme and that binds to the primary antibody. Okay, അതാണ് ഇൻഡയറക്റ്റ് എലൈസ. പിന്നെ കോമ്പറ്റീറ്റീവ് എലൈസ ഉണ്ട്, സാൻഡ്വിച്ച് എലൈസ ഉണ്ട്. അപ്പൊ കോമ്പറ്റീറ്റീവ് എലൈസ എന്ന് പറയുന്നതിൽ ആന്റിജൻ ഇത് സാമ്പിൾ കോമ്പീറ്റ്സ് വിത്ത് ദി ലേബൽ ആന്റിജൻ, ഈ ലേബൽഡ് ആയിട്ടുള്ള ആന്റിജൻ ആയിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ഒരു ആന്റിബോഡി ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന സിഗ്നൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ സിഗ്നൽ ദാറ്റ് ഇൻവേഴ്സ്ലി കോറിലേറ്റ്സ് വിത്ത് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ആന്റിജൻസ്. ഓക്കെ, പിന്നെയാണ് സാൻഡ്വിച്ച് എലൈസ. സാൻഡ്വിച്ച് പേര് പറയുന്ന പോലെ തന്നെ here it uses two antibodies specific to different target antigen. Okay, അപ്പൊ ഇതില് here the antigen is sandwiched. Antigen ആണ് സാൻഡ്വിച്ച് ചെയ്യുന്നത് between the antibody and the enzyme linked detection antibody. Capture antibody-യും enzyme linked detection antibody-യും ഇടയ്ക്ക് ഈ ആന്റിജനെ സാൻഡ്വിച്ച് ചെയ്തിട്ട് കാണപ്പെടും. അപ്പൊ അങ്ങനെ രണ്ട് ആന്റിബോഡീസ് യൂസ് ചെയ്യുന്നതിനെയാണ് സാൻഡ്വിച്ച് എലൈസയിൽ കാണാൻ പറ്റുന്നത്. ക്ലിയർ? അപ്പൊ ഈ എലൈസയില് നമുക്ക് വേരിയസ് ആന്റിജൻ ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ദാറ്റ് ഈസ് ഹിയർ ഈ എലൈസ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് 96 വെൽ പ്ലേറ്റ്. അപ്പൊ ഈ പ്ലേറ്റിൽ എത്രയാണ്? ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് either ആന്റിജൻ ഓർ ക്യാപ്ചർ ആന്റിബോഡി. അതിലാണ് എലൈസ ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇസ്, നമ്മൾ അതിനെ ആദ്യം ചെയ്യുന്നത് കോട്ട് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ദെൻ ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എക്സസ് ആയിട്ടുള്ള റിയേജൻസിനെയൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എൻസൈം സബ്സ്ട്രേറ്റ്. എൻസൈം സബ്സ്ട്രേറ്റ് ദാറ്റ് ഈസ് ഇത് കളർ പ്രൊഡ്യൂസിങ് ലൂമിനസെന്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് ഫോം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ,
അപ്പൊ അത് നമുക്ക് ഈ സിഗ്നൽ ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേരിയസ് ഇൻസ്ട്രുമെന്റ്സ്, ദാറ്റ് ഇസ് സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫ്ലൂറോമീറ്റർ ഓർ ലൂമിനോമീറ്റർ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ക്ലിയർ? Then next is immunofluorescence. ഇപ്പൊ immunofluorescence എന്ന് പറയുന്നത്, here in this method antigen or antibody is labeled with fluorescent dyes. എങ്ങനെ? ഫ്ലൂറസെന്റ് ഡൈസ്. ഏതാണ് ഫ്ലൂറസെന്റ് ഡൈ? ജസ്റ്റ് ഫ്ലൂറസിൻ ആൻഡ് റോഡാമിൻ. അപ്പൊ ഇത് ഈ ആന്റിജൻ ഓർ ആന്റിബോഡി ഈ ഫ്ലൂറസെന്റ് ഡൈസ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ്. ഓക്കെ. അപ്പൊ ഈ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ്ഡ് ഈസ് മെഷേർഡ് ബൈ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്. അപ്പൊ ഈ ഫ്ലൂറസെൻസ് ഉണ്ടാവുന്നത് നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യുന്നതിനാണ് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്. അപ്പൊ ഇത് കൂടുതൽ immunofluorescence is a method that has got wide application, diagnostic application. In direct immunofluorescence method, unknown antigens are detected by fluorescent labeled antibodies. Okay. In indirect immunofluorescence method, antibodies in the patient's serum is detected. See, immunofluorescence assay ഈ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടെയാണ് നമുക്ക് ഈ ദാറ്റ് ഈസ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഈ കളറ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫ്ലൂറസെൻസ് മെഷർ ചെയ്യുന്നത് ബൈ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ്. Here. Then next is serological diagnosis of bacterial diseases. ബാക്ടീരിയൽ ഡിസീസസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വേരിയസ് ടെസ്റ്റ് ഉണ്ട്. അതിൽ ഒന്നാണ് വിഡാൽ ടെസ്റ്റ്. വിഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എംപ്ലോയിഡ് ഇൻ ദി സെറോളജിക്കൽ ഡയഗ്നോസിസ് ഓഫ് എൻഡറിക് ഫീവർ. ഏതിനാണ്? എൻഡറിക് ഫീവർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? വിഡാൽ ടെസ്റ്റ്. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, പേഷ്യൻസ് സഫറിംഗ് ഫ്രം എൻഡറിക് ഫീവർ വുഡ് പൊസസ് ആന്റിബോഡീസ് ഇൻ ദെയർ സിറം. അവരുടെ ബ്ലഡ് സിറത്തിൽ എന്തുണ്ടാവും? ആന്റിബോഡീസ് ഉണ്ടാവും, വിച്ച് ക്യാൻ റിയാക്ട് ആൻഡ് അഗ്ലൂട്ടിനേറ്റ് സീരിയൽ ഡബ്ലിംഗ് ഡയലൂഷൻ ഓഫ് കിൽഡ് അല്ലെങ്കിൽ കളേർഡ് സാൽമണല്ല ആന്റിജൻസ്. സാൽമണല്ല ആന്റിജനുമായിട്ട് അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ എ ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ഓക്കെ. ട്യൂബ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. Then slide Vidal test. Slide Vidal test. Vidal testന്റെ തന്നെ ഒരു type of test ആണ്. It is more popular among the diagnostic laboratories as it gives rapid result. ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, slide Vidal test. Okay. The next is rapid plasma regain test. This card test എന്ന് പറയുന്നത്, അല്ലെങ്കിൽ RPR card test. RPR card test is macroscopic ആണ്, neotrypanamol ആണ്, and it is used to detect അല്ലെങ്കിൽ screen syphilis. RPR card test is macroscopic, non-trypanomel flocculation card test used to screen syphilis. അപ്പൊ ഇതിന് വേണ്ട ആന്റിജൻ എവിടെന്നാ കിട്ടുന്നത്? It is antigen is prepared from a modified Veneral Disease Research Laboratory, VDRL, Veneral Disease Research Laboratory. അവിടെ നിന്നാണ് കിട്ടുന്നത്. And antigen suspension containing choline chloride to eliminate the need to heat inactivate serum. Inactivate serum.
അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ആന്റിജൻ ഇസ് പ്രിപ്പയർഡ് ഫ്രം, ഇവിടെ നിന്നാണ് നമുക്ക് ആന്റിജൻ കിട്ടുന്നതെന്ന് പറയുന്നത് VDR ലബോറട്ടറി എന്നാണ് ആന്റിജൻ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. അവിടെ നിന്നുള്ളതാണ് നമ്മൾ ആന്റിജൻ എടുക്കുന്നത്. ഓക്കെ, ഈ ആന്റിജൻ സസ്പെൻഷനിൽ എന്തുണ്ടാവും? ഇറ്റ് കണ്ടെയ്ൻസ് കോളൈൻ ക്ലോറൈഡ്. കോളൈൻ ക്ലോറൈഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എലിമിനേറ്റ് ദ നീഡ് ടു ഹീറ്റ് ഇനാക്ടിവേറ്റ് സിറം. അപ്പൊ ഇതിനെ ഹീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദെൻ EDTA എന്ന് പറയുന്നത് എത്തിലീൻ ഡയമൈൻ ടെട്രാഅസറ്റിക് ആസിഡ്. EDTA ഇതിനു വേണ്ടിയിട്ട് ടു എൻഹാൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് സസ്പെൻഷൻ ആൻഡ് ഫൈൻലി ഡിവൈഡഡ് ചാർക്കോൾ പാർട്ടിക്കിൾസ് ആർ യൂസ്ഡ് ഹിയർ ആസ് എ വിഷ്വലൈസിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ റാപ്പിഡ് കാർഡ് ടെസ്റ്റില്. ഓക്കെ, അപ്പൊ ഈ റാപ്പിഡ് കാർഡ് ടെസ്റ്റില് RPR ആന്റിജൻ ഇസ് മിക്സ്ഡ് വിത്ത് അൺഹീറ്റഡ് ഓർ ഹീറ്റഡ് സിറം ആയിട്ട് ഇത് മിക്സ് ചെയ്യുന്നു. ആൻഡ് അല്ലെങ്കിൽ അൺഹീറ്റഡ് പ്ലാസ്മ ഓൺ പ്ലാസ്റ്റിക് കോട്ടഡ് കാർഡ്, അതാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് RPR ടെസ്റ്റ് മെഷേഴ്സ് immunoglobulin M and immunoglobulin G antibodies to lipoidal materials released from the damaged host cell. ഓക്കെ, ഇതെന്താ മെഷർ ചെയ്യുന്നത്? IgM and IgG antibodies from the damaged host cell as well as lipoprotein-like material and possibly cardiolipin released from the troponins. Okay. And the antipodal antibodies are diseases but also produced in response to non-triponormal diseases of acute and chronic nature in which tissue damage occurs. Clear ആയി കാണുന്നു വിചാരിക്കുന്നു. Then next is polymerase chain reaction, PCR. So PCR ടെസ്റ്റ് സാധാരണ മോളിക്കുലർ ബയോളജിയിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ PCR എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷൻ അല്ലെ, ജീൻ ആംപ്ലിഫിക്കേഷൻ ഓഫ് സ്പെസിഫിക് DNA സാമ്പിൾ, DNA സീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PCR ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് allows for the generation of millions of copies of particular DNA segment from a very small initial sample. കുഞ്ഞു സാമ്പിൾ കിട്ടുകയാണെങ്കിലും തന്നെ, ഇപ്പൊ ബാക്ടീരിയ മാത്രമല്ല, ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് ഡിസീസ് സംഭവിച്ച സെൽസിലോ ഒക്കെ ആണെങ്കിൽ എന്ത് റിയാക്ഷൻസ് നടന്നത് അറിയാൻ, അല്ലെങ്കിൽ ആ ഡിസീസ്ഡ് ആണോ എന്ന് ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PCR ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ DNA സാമ്പിൾ എടുക്കുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഫ്രം സിംഗിൾ സെഗ്മെന്റ് അല്ലെങ്കിൽ ഫ്രം ഈ DNA നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് DNA ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അതിലെ സ്റ്റെപ്സ്, ഇന്നയിലെ PCR അതിലെ സ്റ്റെപ്സ് ആണ് നോക്കേണ്ടത്. അപ്പൊ അതില് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ ഉണ്ട്, അനീലിംഗ് ഉണ്ട്, ദെൻ DNA എക്സ്റ്റൻഷൻ, അത്രയും. ഓക്കെ, ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് DNA ഇത്രമാത്രം നമുക്ക് കിട്ടുന്നു എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ഡീനാച്ചുറേഷനിൽ the double stranded DNA is heated to around, അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 94 to 98 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് പോയിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അനീലിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പില് ടെമ്പറേച്ചർ ലോവർ ചെയ്യുന്നു ടു അറൌണ്ട് 50 to 65 ഡിഗ്രി സെൽഷ്യസ്. And that will allow the short DNA primers to bind, വീണ്ടും join ചെയ്യാണ് ചെയ്യുന്നത് to their complementary sequences on the single strand. കോംപ്ലിമെന്ററി സീക്വൻസിൽ ബൈൻഡ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ബൈൻഡിങ് ആഫ്റ്റർ annealing, DNA will extend, the temperature is raised, വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത് 72 ഡിഗ്രി സെൽഷ്യസ്. അപ്പം here the polymerase enzyme, DNA polymerase enzyme will help in the extension, DNA extension, and the extend the primers and synthesize new DNA strands. DNA strands synthesize ചെയ്യാണ് ചെയ്യുന്നത് using the original strands as a template.
Okay. And these steps are repeated for 20 to 40 cycles. അപ്പൊ ഇത് സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എക്സ്പൊണൻഷ്യലി ഇൻക്രീസിംഗ് ദി എമൗണ്ട് ഓഫ് ടാർഗറ്റ് DNA. PCR-ന് വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ജനറ്റിക് ടെസ്റ്റിംഗ്, ഫോറൻസിക് അനാലിസിസ് ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച്. ഓക്കെ, ഇപ്പം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളെടുത്ത സെറോളജിക്കൽ ടെക്നിക്സ്, അതിൽ ആന്റിജൻ എന്താണ്, ആന്റിബോഡി എന്താണ്, ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ, പിന്നെ ആന്റിജന്റെ സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി നോക്കണം. അതുപോലെ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, വിഡാൽ ടെസ്റ്റ്, പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്, ദെൻ PDR, ELISA ആൻഡ് PCR. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചേക്കുക. ഓക്കെ, താങ്ക് യു.